MDMA-യുമായി അറസ്റ്റിലായ യൂട്യൂബർ റിൻസി മുംതാസിന് ഡാർക്ക് നെറ്റ് ലഹരി സംഘങ്ങളുമായി ബന്ധമെന്ന് സംശയം. ഏതെങ്കിലും ബ്രാൻഡ് നെയിമുകളിൽ ഡാർക്ക് നെറ്റിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്നോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്യാൻ തൃക്കാക്കര പോലീസ് തിങ്കളാഴ്ച റിൻസിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. കെറ്റാമെലോൺ എന്ന ബ്രാൻഡിൽ ഡാർക്ക്നെറ്റിൽ മാരക ലഹരി വിൽപ്പന നടത്തിയിരുന്ന എഡിസൺ ബാബു NCBക്ക് നൽകിയ മൊഴിയിൽ ഡാർക്ക്നെറ്റ് ലഹരി ഇടപാടുകൾ നടത്തിയിരുന്ന കൂടുതൽ ഗ്രൂപ്പുകളുണ്ടെന്ന മൊഴി നൽകിയിരുന്നു. എന്നാൽ മറ്റ് സംഘങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ എഡിസൺ കൈമാറുകയും ചെയ്തിരുന്നില്ല. ഇതിൽ അന്വേഷണം തുടരുന്നതിനിടെയായിരുന്നു 20 ഗ്രാം MDMA-യുമായി കാക്കനാട് പാലച്ചുവട്ടിലെ ഫ്ളാറ്റിൽ നിന്ന് യൂട്യൂബർ റിൻസിയും സുഹൃത്ത് യാസർ അറാഫത്തും പിടിയിലായത്. സിനിമാ മേഖലയിലുള്ളവർ നിരന്തരം ഇവിടെ വന്ന് പോയിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലേക്കും അന്വേഷണം നീണ്ടിരുന്നു. ഇതിനിടെയാണ് ഡാർക്ക്നെറ്റ് ലഹരി ഇടപാടിൽ റിൻസി പങ്കാളിയായിട്ടുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നത്. അതീവ രഹസ്യമായി റിൻസി നടത്തിയ ഇടപാടുകളിൽ കെറ്റാമെലോൺ ലഹരി ഇടപാടിന് സമാനമായി യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെട്ടതായും സംശയമുണ്ട്. തിങ്കളാഴ്ച തൃക്കാക്കര പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്ന റിൻസിയെ വിശദമായി ചോദ്യം ചെയ്യും. ഇതിനുശേഷം റിൻസി മുംതാസുമായി ബന്ധമുള്ളതായി കരുതുന്ന നടന്മാരെയും സമൻസ് നൽകി വിളിച്ചു വരുത്തും. ലഹരി കച്ചവടത്തിനായി 750 വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച റിൻസിക്കായി MDMA-യും മറ്റ് ലഹരി വസ്തുക്കളും എത്തിയത് ബംഗളൂരുവിൽ നിന്നാണ്. ജനം, കൊച്ചി.